ഹായ് നമസ്കാരം, ഫാസിലാണ്. 2-3 ദിവസം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വൈഫിൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് 3-4 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ കൃഷിയൊന്നും കാര്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കൃഷിയിൽ വന്നിട്ടുണ്ട്, രോഗങ്ങളായിട്ടും കീടശല്യമൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളെ ജപ്പാൻ്റെ ഗോൾഡ് നൈൻ എന്ന് പറഞ്ഞ പേരക്കാണ്. നല്ല കായ്ച്ചിരുന്നു, അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഇത് കമ്പ് ഇതാ ഇവിടെ ഒടിഞ്ഞ് കിടക്കുകയാണ്. ഇത് കണ്ടില്ല, അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് പാകം ആയിട്ടില്ല. അതിൻ്റെ മധുരം വരാനുള്ളൊരു ഭാഗം ആയിട്ടില്ല. അപ്പൊ ഇത് എനിക്ക് തോന്നുന്ന കാറ്റിലിട്ട് ഒടിഞ്ഞു പോയതായിരിക്കാം. ഇത് ഇവിടെ കണ്ടില്ലേ, ഒടിഞ്ഞിട്ട് ഇപ്പൊ 2-3 ദിവസം ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഒന്ന് പാകമാവാനുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റി ആട്ടോ, ഈ ജപ്പാന്റെ ഗോൾഡ് ലൈൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പ്ലാന്റ് കിട്ടൂല, എല്ലാ നേച്ചറിലൊന്നും കിട്ടൂല. പലരും എന്നോട് ചോദിക്കുന്നതാണ്. നമ്മളെ ജപ്പാന്റെ വൈറ്റ് ഡയമണ്ട്, അതേപോലെ തന്നെ നമ്മളെ റെഡ് ഡയമണ്ട് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ സീഡ് ഉണ്ടാവില്ല. ഇത് വൈറ്റ് കളറാണ് ഉള്ളിൽ വരും കേട്ടോ. സീഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ ഉണ്ടാവും കേട്ടോ. റെഡ് ഡയമണ്ടിലൊക്കെ നമുക്ക് സീഡ് ചെറിയ തോതിൽ കാണുമല്ലോ, അതേ രൂപത്തിലുള്ള സീഡ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വലിപ്പം വെക്കുന്ന ഒരു പേരക്കാണ് കേട്ടത്. അതേപോലെ തന്നെ വെള്ളമൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഇലകൾക്കൊക്കെ നല്ല രീതിയിൽ മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ അതാ ഇഞ്ചൊക്കെ പൊളിഞ്ഞിട്ട് വീണ് എടുക്കുന്നുണ്ട്. അത് ഈ പൂച്ച ഇതൊക്കെ ചാടി പോകുമ്പോഴാണ്. കാരണം നമ്മൾ റെയിൻ ഷെൽട്ടർ, മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ താഴെ വെക്കുന്ന ടൈമിലൊക്കെ കറക്റ്റ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നെ ചെടികൾക്കൊക്കെ അതിന്റെ ദോഷം വരും കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ആപ്പിളിന്റെ പ്ലാന്റ് ആണ്. ഇതെല്ലാം പൂവ് ഇട്ടിരുന്നു കേട്ടോ. ആ പൂവൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇലകൾക്കൊക്കെ നല്ല രീതിയിൽ വാട്ടം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മേലത്തെ കമ്പിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ കുരുമുളകൊക്കെ നല്ല രീതിയിൽ കായ്ച്ചിരുന്നു. അപ്പൊ അതിൽ കുറെയൊക്കെ വെള്ളം കിട്ടാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്, മഞ്ഞളിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അതിന്റെ വെയ്ത്തൽ നമ്മൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദോഷവും നമുക്ക് എന്തായാലും കൃഷിയിൽ വരും. കാരണം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കൃഷി നല്ല രീതിയിൽ പച്ചപ്പോട് കൂടി നല്ല രീതിയിൽ കായ്ഫലമൊക്കെ നമുക്ക് കിട്ടുക. നമ്മളൊരു ശ്രദ്ധ ഒരു 3-4 ദിവസം ഒന്ന് മാറി നിൽക്കുമ്പോൾ കണ്ടില്ല, പല രീതിയിലുള്ള കീടശല്യം വരും, അതേപോലെ രോഗങ്ങളൊക്കെ വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോകന്നെ വേണം ഡെയിലി.